ഉസൂൽ ഫിഖിനെ താരിഫ് നമ്മൾ പറയും. ദലായിൽ ഫിഖിൽ ഇജ്മാലിയത്ത്, ഇജ്മാലിയായ ഫിഖിൻ്റെ തെളിവുകൾക്കാണ്, പൊതുവായ ഫിഖിൻ്റെ തെളിവുകൾക്കാണ് ഉസൂൽ ഫിഖ് എന്ന് പറയാം. ഇനി അതിൻ്റെ വിശദീകരണം മാലിമാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്. ആ മത്തൻ്റെ വിശദീകരണം. അപ്പോൾ അൽ ഇജ്മാലിയത്തു എന്ന് പറഞ്ഞാൽ ഐ ഗൈറുൽ മുഅയ്യനത്തി, നിജമല്ലാത്തത്, നിർണിതമായത് അല്ലാത്തത്, നിജമാക്കപ്പെട്ടതല്ലാത്തത്. മുമ്പ് ഉദാഹരണം പറഞ്ഞില്ലേ, നോമ്പ് പിടിക്കാൻ ആവശ്യപ്പെടുന്ന, നിസ്കരിക്കാൻ ആവശ്യപ്പെടുന്ന ആ നിസ്കാരത്തിന് നിർണയിച്ചുകൊണ്ടുള്ള തെളിവാണ്. നോമ്പ് പിടിക്കാൻ ആവശ്യപ്പെടുന്ന ഓർഡർ നോമ്പിനെ നിർണയിച്ചുകൊണ്ടുള്ള തെളിവാണിത്. അതിൽ വരുന്നില്ല, ഉസൂൽ ഫിഖിൽ വരുന്നില്ല. ആണ് ഗൈറുൽ മുഅയ്യനത്തി, മുഅയ്യനല്ലാത്ത പൊതുവായ തെളിവുകൾ. അൽ അംറു ലിൽ വുജൂബി, അംറു വുജൂബിന് വേണ്ടിയിട്ടുള്ളതാണ് ഹഖീഖത്തൻ യഥാർത്ഥ. അതുപോലെയുള്ള പൊതുവായ തെളിവുകളാണ് ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞത്. മുത്തലക്കിൽ അംരി, ഏതുപോലെ അങ്ങനെ പൊതുവായ മുഅയ്യനല്ലാത്ത തെളിവിന് ഉദാഹരണം ഇതുപോലെ മുത്തലക്കിൽ അംരി, മുത്തലക്കുൽ അംറ് പോലെ എന്നുവെച്ചാൽ പൊതുവായ ആ തെളിവിന് ഉദാഹരണമാണ് തനിച്ച കൽപ്പന. മനസ്സിലായില്ലേ? കൽപ്പനയിൽ തനിച്ച കൽപ്പന. പിന്നെ ഈ നിരോധനം, തനിച്ച നിരോധനം എന്ന് വെച്ചാൽ തനിച്ച നിരോധനത്തിൽ നിന്ന് തനിച്ച നിരോധനം എന്താണ്? പൊതുവായ ഈ തെളിവുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ ഫേലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ പ്രവൃത്തി, നബിതങ്ങളുടെ പ്രവൃത്തി ഒരു പൊതുവായ ഒരു തെളിവാണത്. ഇന്ന പ്രവൃത്തി എന്നല്ല, നബിതങ്ങളുടെ പ്രവൃത്തി ഒരു തെളിവാണ്. മനസ്സിലായില്ലേ? ഒരു ഇജ്മായി, ഇതുപോലെ ഇജ്മാവ് പോലെ മുസ്ലിം ലോകത്തിൻ്റെ ഏകോപന തീരുമാനം, അതൊരു പൊതുവായ തെളിവാണ്. അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപിത തീരുമാനം. മനസ്സിലായില്ലേ? അത് ഒരു പൊതുവായ തെളിവാണ്. അത് ഖിയാസ് പോലെ, ഖിയാസ് കാരണങ്ങൾ ഒത്തതിനോട് കാരണത്തിൽ ഒത്തതിനെ കൂട്ടിച്ചേർക്കുക, ആ ഹുക്കും ഇതിനും ചാർജ് ചെയ്യുക, അതാണ് എന്താ ഖിയാസ്. ആ ഖിയാസ് നടപടി, ഈ പറഞ്ഞ ഖിയാസ് നടപടി എന്താണ്? ഒരു പൊതുവായ തെളിവാണ്. അപ്പോൾ ഇസ്തിസ്ഹാബി, കേട്ടാ, ഇസ്തിസ്ഹാബ് പോലെ സഹവാസ വിധി മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ചേർത്തുകൊണ്ട് ഇപ്പോഴും ആ വിധി എന്ത് ചെയ്യുന്നു? തുടരുന്നു എന്നുള്ള ഒരു പൊതുമാനദണ്ഡം. മനസ്സിലായില്ലേ? അതൊന്നാണ് പൊതുവായ തെളിവാണ്. അൽ മബ്ഹൂസി അൻ ഔലിയ, എങ്ങനെയുള്ള ഈ മുത്തലക്കൽ അംറ, നഹിയ, ഫേലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇജ്മാ, ഖിയാസ്, ഇസ്തിസ്ഹാബ് ഇവകളെ പറ്റി പറയുമ്പോൾ അൽ മബ്ഹൂസി അൻ ഔലിയ, ബാഴ്ച ചെയ്യപ്പെടും, വിശദീകരിക്കപ്പെടും. അൻ ഔലിയ, ഈ പറയപ്പെട്ടതിൽ ആദ്യത്തിനെ കുറിച്ച് ബാസ് ചെയ്യപ്പെടും. അതിൻ്റെതാ മുത്തലക്കുൽ അംർ, ഈ മുത്തലക്കുൽ അംറിനെ കുറിച്ച് ബാസ് ചെയ്യപ്പെടും. എന്ന് ബാസ് ചെയ്യപ്പെടും ബി അന്നഹുലിൽ ഉജൂബി, മുത്തലക്കുൽ അംർ എന്തിനുള്ളതാണ്? നിർബന്ധതയ്ക്കുള്ളതാണ്. മുത്തലക്കുൽ അംറിനുള്ളതാണ്, നിർബന്ധതയ്ക്കുള്ളതാണ്. ഹഖീഖത്തൻ യഥാർത്ഥത്തിൽ ഒരു കൽപ്പന എന്ന് പറഞ്ഞാൽ ആ ഹഖീഖിയായ യഥാർത്ഥ അർത്ഥം എന്താ? അത് ചെയ്യും നിർബന്ധമാണ്. ആ അർത്ഥത്തിൽ മാറിപ്പോവും, ഹഖീഖത്തിനെ കുറിച്ച് ഉദ്ദേശിക്കില്ല, അപ്പം അതിന് വേറെ കാരണങ്ങളുണ്ടാവും. മനസ്സിലായില്ല? ഹഖീഖിയായ ഒരു കൽപ്പനയുടെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? എന്താണ്? നിർബന്ധതയ്ക്കാണ്. അപ്പോൾ അവിടെ അംറിനെ കുറിച്ചെന്ന് പറയും അൽ മബൂസി അൻ അവലിയ, അതിലെ ആദ്യത്തിനെ കുറിച്ച് ബാസ് ചെയ്യപ്പെടും ബി അന്നൗലിൽ ഉജൂബി, അതാണ് ഉജൂബിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അൽ അംറുൽ ഉജൂബി ഹഖീഖത്ത് എന്ന് പറയും. അവിടെ പറയും ഉസൂൽ ഫിഖിൽ പറയും, ചർച്ച ചെയ്യും. മനസ്സിലായില്ലേ? എന്തുകൊണ്ടത് ഉജൂബിനായി? ഹഖീഖിയായിട്ട് അംറിന് ഉജൂബിന് അർത്ഥം എങ്ങനെ വരും? വേറെ അർത്ഥം അതിന് വരില്ല. അംറിന് ഉജൂബിന് അർത്ഥം തന്നെയാണ് എന്നുള്ളതിൻ്റെ വസ്തുതകൾ എന്താണ്, വിശദീകരണം എന്താ, അതൊക്കെ അവിടെ ചർച്ച ചെയ്യും. ഉസൂൽ ഫിഖിൽ ചർച്ച ചെയ്യും കേട്ടോ. അപ്പോൾ ബി അന്നൗലിൽ ഉജൂബി ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ ഉജൂബിന് വേണ്ടിയുള്ളതാണ് അംർ. വസ്സാനി, രണ്ടാമത്തിനെ പറ്റി ബാസ് ചെയ്യപ്പെടും. എന്നു രണ്ടാമത്തേതാ? നഹി കേട്ടോ. ബി അന്നൗലിൽ ഹിർമത്തി, നഹി എന്തിനുള്ളതാണ്? ഹറാമിന് ഒരു നിരോധനം ഹദീസിലോ ആയത്തിലോ ഖുർആനിലോ ആയത്തിലോ വന്നിട്ടുണ്ടെങ്കിൽ ആ നിരോധനത്തിൻ്റെ അർത്ഥം എന്താ? അത് ഹറാം എന്നുള്ളതാണ്. എന്താ അർത്ഥം? കദാലിക്ക, അപ്രകാരമുള്ളത് ഹഖീഖിയായിട്ടുള്ള അർത്ഥം. കദാലിക്കയുടെ അർത്ഥം, കദാലിക്കയുടെ മനം എന്താ? ഹഖീഖിയായിട്ടുള്ള അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഹറാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അന്നൗലിൽ ഹിർമത്തി, നിശ്ചയമായ അത് ഹറാമിന് വേണ്ടിയിട്ടുള്ളതാണ്. കദാലിക്ക, അപ്രകാരം അത് ഹറാമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഹഖീഖത്തിന് ഹറാമിന് വേണ്ടിയിട്ടാണ് നെയ്യുള്ളത്. വൽ ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് ബാക്കി എന്താ? ഫിലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇജ്മാ, ഖിയാസ്, ഇസ്തിസ്ഹാബ്, 4. മനസ്സിലായില്ലേ?
ഈ ബാക്കിയുള്ളതിനെ കുറിച്ച് ബാസ് ചെയ്യും. എന്ത് ബാസ് ചെയ്യും? ബാസ് ചെയ്യപ്പെടും അന്നഹ, നിശ്ചയമായും നബിതങ്ങളുടെ പ്രവർത്തിയാവുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും ഇജ്മാആവുന്ന, നിശ്ചയമായും ഖിയാസാവുന്ന, നിശ്ചയമായും ഇസ്തിസാബാവുന്ന അർത്ഥം. മനസ്സിലായില്ലേ? ഈ പറയപ്പെട്ട സ്ഥാനങ്ങളെല്ലാം എന്താണ്? ഹുജ്ജജുൻ, അത് ഹുജ്ജത്തുകളാണ് കേട്ടോ. ഇവയെല്ലാം ഫിഖിലെ തെളിവുകളാണ്. എന്തുകൊണ്ട്? ഫേലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തി തെളിവായി. ഇവിടെ പറയും ഉസൂൽ ഫിഖിൽ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഇജ്മാ തെളിവായി? അതിന് വിശദീകരണം പറയും. എന്താണ് ഇസ്തിസാബ്? അതെങ്ങനെ തെളിവായി വരും പൊതുവായത്? അതും ഇവിടെ പറയും. ഈ ജമുൽ ജവാമിയിൽ ഈ ഉസൂൽ ഫിഖിൽ എന്ത് ചെയ്യും? ചർച്ച ചെയ്യും. മനസ്സിലായില്ലേ? അവൽ ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് നിശ്ചയമായി അവ ഹുജ്ജത്തുകളാണ് എന്ന് അവയെ പറ്റി എന്ത് ചെയ്യും? ബാസ് ചെയ്യപ്പെടുന്ന ഈ തരം കാര്യങ്ങളാണ് ഈ പൊതുവായ ഒയ്യനത്തല്ലാത്ത ഇജ്മാലിയായ തെളിവുകളുടെ ഉദാഹരണങ്ങൾ. വൈറുദാലിക്ക മിമ്മായത്തി മാമായത്താലക്കു ബിഹി ഫിൽ കുത്തുബിൽ ഹംസത്തി. അപ്പോൾ വൈറുദാലിക്ക ഇതല്ലാത്തത്. അപ്പോൾ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദലാൽ ഫിഖിൽ ഇജ്മാലിയത്തു, ഇജ്മാലിയ ഫിഖിന് തെളിവുകളെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അല്ലാത്തൊന്നല്ല ഉസൂൽ ഫിഖ് അല്ലല്ലോ. അപ്പോൾ പറയാം വൈറുദാലിക്ക, അതല്ലാത്തത്, ഈ പറഞ്ഞതല്ലാത്തത്, മിമ്മ ഒന്നിനാൽ, എത്തി അത് വരും, മാമാ യതാലക്കു ബിഹി, അതിനോട് ബന്ധപ്പെട്ട ഒന്നിനോടൊപ്പം, ഇതല്ലാതെ വരുന്ന വേറെ ചില കാര്യങ്ങൾ, ആ വരുന്ന ചില കാര്യങ്ങൾ മാത്രം, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വരും. ഈ ഉസൂൽ ഫിഖിന്റെ കിതാബുകളിൽ വരും. ആ വരുന്ന ഒന്നാവുന്നത് ഫിൽ കുത്തുബിൽ ഹംസത്തി, ഇവിടെ വരുന്നത് 5ാമത്തെ കിതാബിൽ വരുന്നത് കേട്ടോ. പിന്നെ വൈറുദാലിക്ക മിമ്മായത്തി മാമായത്താലക്കു ബിഹി ഫിൽ കുത്തുബിൽ ഹംസത്തി. അതിലേക്ക് എത്തുപോട്ട് വന്നു. അൽ ബാക്കി ബിഅന്നഹ ഹിജജുൻ, അത് ഹുജ്ജത്തുകളാണ് എന്ന് ബാക്കിയുള്ളവയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? വൈറുദാലിക്ക, അതല്ലാത്തതും ഹുജ്ജത്തുകളാണ് എന്നുള്ള ചർച്ച ചെയ്യപ്പെടും. അതല്ലാത്ത ചർച്ചകളും വരും. ഇമ്മായത്തി, ആ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വരുന്നതാണ്. മാമായത്താലക്കു ബിഹി, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളോടൊപ്പം വരുന്നതാണ്. ഫിൽ കുത്തുബിൽ ഹംസത്തി, എന്താണ്? 5 കിതാബുകളിൽ എന്താണ് വരുന്നതാണ്. 7 കിതാബ് എന്ന് പറഞ്ഞില്ലേ? 7 കിതാബിൽ 5 കിതാബുകളിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണ് വരുന്നതാണ്. അപ്പം ഫിഖിൻ്റെ ഇജ്മാലിയായ തെളിവുകളാണ് എന്താ? ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞു. ഫഹറജ, അപ്പോൾ പുറത്തുപോയി. ദലായിലു തഫ്സീലിയത്തു, എന്താണ്? തഫ്സീലിയായ തെളിവുകൾ പുറത്തുപോയി. നെഹു, അതിനുദാഹരണം അക്കീമുസ്സലാത്ത, ഇതുപോലെ അക്കീമുസ്സലാത്ത പോലെ. അപ്പം നിർണിതമായ ഒരു വിഷയത്തെ ചൂണ്ടിക്കൊണ്ടുള്ള തെളിവ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞു. അപ്പോൾ അക്കീമുസ്സലാത്ത പോലെ അമ്രാണ്. എന്തല്ല? മുത്തലക്കുൽ അമ്രല്ല. എന്തല്ല? മുത്തലക്കുൽ അമ്രല്ല. ഫിഖിന് തെളിവാണ്. ചെന്ത് തെളിവല്ല? ഇജ്മാലിയായ ഫിഖിന് തെളിവല്ല, മറിച്ച് എന്താണ്? തഫ്സീലിയായ ഫിഖിന് തെളിവാണ്. അതുകൊണ്ട് അക്കീമുസ്സലാത്ത പോലത്തെ തഫ്സീലിയായ തെളിവുകൾ എന്താവൂല? ഉസൂൽ ഫിഖിൽ പുറത്താണ്, അതിൻ്റെ അകത്ത് വരൂല. ഫഹറജ ദലായിൽ തഫ്സീലിയായ തെളിവുകൾ പുറത്തുപോയി. അക്കീമുസ്സലാത്ത പോലെ വലാ തഖറബുസ്സിന, അടുത്ത ഉദാഹരണം ലാ തഖറബുസ്സിന പോലെ, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത്, വിചാരം ഹറാമാണ്, വൻ പാപമാണ്. അപ്പോൾ വ്യഭിചാരത്തെ ചൂണ്ടിപ്പറയുന്ന നിരോധനമാണ്. അതെന്തല്ല? തഫ്സീലിയായ ഒരു നെഹിയാണ്, എന്തല്ല? ഇജ്മാലിയായ നെഹിയല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതെന്തിൽ വരില്ല? ഉസൂൽ ഫിഖിൽ വരുന്നതല്ല. പിന്നെ സലാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിസ്കാരം പോലെ ഫിൽ കഅബത്തി, എവിടെയുള്ള നിസ്കാരം? കഅബയിലെ നിസ്കാരം പോലെ. പ്രവാചകരുടെ പ്രവൃത്തി എന്താണ്? ഉസൂൽ ഫിഖ് ആണ്, ഇജ്മാലിയ തെളിവാന്ന് പറഞ്ഞാൽ നബി ഞങ്ങൾ കഅബയിൽ നിസ്കരിച്ചത് എന്താ? അതൊരു ഖാസായ ഒരു തഫ്സീലിയായ വിഷയമാണ്. അതിൽ വരില്ല, ഉസൂൽ ഫിഖിൽ വരില്ല. അപ്പോൾ സലാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കഅബത്തി, കഅബയിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പോലെ. കമാ അഖറജഹു ഷെയ്ഖാനി അൽ ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി, 2 പേർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലെ ആ ഹദീസ്. പിന്നെ ഇജ്മാവ് പോലെ അല അന്നലി ബിന്ദിൽ ഇബിനി, നിശ്ചയമായി ബിന്ദുൽ ഇബിനുണ്ട്. ആർക്കാ? മകൻ്റെ മകൾക്കുണ്ട്. അസുദുസു, ഇത്രയുണ്ട്, 6-1. ഇത് ഫറായിൽ പഠിച്ചിട്ടില്ലേ? ഫറായിദിൻ്റെ വിഷയം പറയണേ.
മകൻ്റെ മകൾക്കുണ്ട് എത്രയുണ്ട്? 6 മാ ബിന്ദി സെൽബി, ആരോടെ? മുതുകിൻ്റെ മകളോട്. മുതുകിന് വന്നിട്ട് സ്വന്തം മകൾ, സ്വന്തം മകളുള്ളൂ. സ്വന്തം മകള് അനന്തരം എടുക്കാനുണ്ട്. പിന്നെ ആരുണ്ട്? മകൻ്റെ മകളുണ്ട്. സ്വന്തം മകളോടുകൂടെ മകൻ്റെ മകൾക്കുന്നുണ്ടാവും 6 കിട്ടും. നേർ മകനില്ലെങ്കിൽ, സ്വന്തം മോൻ മയ്യത്തിന് ഇല്ലെങ്കിൽ. മനസ്സിലായോ? സ്വന്തം മോൻ മയ്യത്തിനില്ലെങ്കിൽ മകൾക്ക്, സ്വന്തം മകൾക്ക് ഓഹരി ഉള്ളതിനോടൊപ്പം തന്നെ മകൻ്റെ മകൾക്കും ചെയ്യും ഓഹരി പോകും. എത്ര ഓഹരി? 6. അതെന്താ? ആ തീരുമാനം ഇജ്മാഅാണ്. ഉമ്മത്തിൻ്റെ, ഇസ്ലാമിക ലോകത്തിൻ്റെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മാഅാണ് എന്ത്? അവർക്കുന്നുണ്ട് 6 എന്നുള്ളത്. അതെന്തല്ല? ഉസൂൽ ഫിഖ് അല്ല. കാരണം എന്താ? ഫറായില എന്ന ഈ പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട ഇജ്മാഅാണ്, തഫ്സീലിയായ ഒരു ഇജ്മാഅാണ്. തഫ്സീലി ആയതുകൊണ്ട് എന്തിൽ വരില്ല? അത് ഉസൂൽ ഫിഖിൽ വരില്ല. അപ്പോൾ ഇജ്മാ പോലെ അലാ അന്നലി ബിന്ദിൽ ലിബിനി, നിശ്ചയമായി മകൻ്റെ മകൾക്കുണ്ട് അസുദുസ് 6 എന്നുള്ളതായ ഇജ്മാ പോലെ മാ ബിന്ദി സെൽബി, സെൽബിൻ്റെ മകളോടുകൂടെ, അഥവാ മുതുകിൻ്റെ മകൾ എന്ന് വെച്ചാൽ സ്വന്തം മകളോടുകൂടെ. ഹൈസുല ആസിബ ലഹുമ, അവർ രണ്ടുപേരെയും അസബയാക്കി തീർക്കുന്ന ആൾ ആരാ? മോൻ. മനസ്സിലായില്ലേ? ഈ മോളെ അസബയാക്കി തീർക്കുന്ന ആരാണ്? മോനാണ്. മോനുണ്ടെങ്കിൽ മോക്കെന്തായിരിക്കും? മോൻ കിട്ടുന്നതിൻ്റെ പകുതി ആർക്കിട്ടുള്ളൂ? മോക്ക് കിട്ടുള്ളൂ. പിന്നെ മോൾക്കവിടെ പ്രത്യേക ഓരിയില്ല. 3-1 3-2 ഓരി ഒന്നും ഇല്ല. എന്താണ്? മോനെന്ത് കിട്ടുന്നുണ്ടോ? മോന് 10 രൂപ കിട്ടുന്ന എത്ര കിട്ടും? 5 രൂപ കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ ഓരി അസബയാക്കി പോകും. അവൻ പിടിച്ച് ഇവിടെ ആരാക്കും? അസബയാക്കും. മനസ്സിലായില്ലേ? അപ്പാണ് അത് ഹൈസുല ആസിബ ലഹുമ. ഈ സ്വന്തം മോൾക്കോ മകൻ്റെ മകൾക്കോ ആരില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ? ഹസബ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ. പിന്നെ ഖിയാസിൽ അറുസി, അറുസിനെ അരിയെ താരതമ്യം ചെയ്യുന്ന പോലെ, അരിയുടെ ഈ ഖിയാസിൻ്റെ ഉദാഹരണം പറയാം. അറുസിനെ താരതമ്യം ചെയ്യുന്നത് പോലെ അലൽ ബുർരി, ഇതിൻ്റെ മേലെ ഗോതമ്പിൻ്റെ മേലെ താരതമ്യം ചെയ്യുന്ന പോലെ. അപ്പം എവിടെയാ? പിംതിനായി അതിൽ കുറച്ച് പിന്നെന്താണ്? കുറച്ചുമായി കച്ചവടം ചെയ്യൽ, വിൽപ്പന നടത്തൽ എന്താണ്? പാടില്ലാത്തതാണെന്ന വിഷയത്തിൽ ഗോതമ്പിൻ്റെ മേലെ എന്താണ്? അരിയെ താരതമ്യം ചെയ്യുന്ന പോലെ. ഗോതമ്പിൻ്റെ മേലെ അരിയെ താരതമ്യം ചെയ്യുന്ന പോലെ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഈ ഗോതമ്പ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിരോധനം വന്നിട്ടുണ്ട്. തെളിവ് ഹദീസിൽ നിന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അരിയെ സംബന്ധിച്ച് എന്തില്ല? അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഗോതമ്പ് എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു? ആ കച്ചവടം ബാലായിട്ടുള്ള കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടം നിരോധിക്കപ്പെടും. അതേ കാരണം എവിടെയുണ്ട്? അരിയിലും ഉണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ ആ ഗോതമ്പിനോട് ഖിയാസാക്കിയിട്ട് എന്താണ്? അരിയും പറ്റില്ല. ഇല്ല മസലം ബി മസൽ, എന്തായിട്ടല്ലാതെ? തുല്യമായിട്ടല്ലാതെ, യദം ബിയത്, കൈക്ക് കയ്യായിട്ടല്ലാതെ, രൊക്കമായിട്ടല്ലാതെ, തുല്യം അളവിലല്ലാതെ, തൂക്ക അളവിലല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഗോതമ്പും തമ്മിൽ കച്ചവടം നടത്താൻ പാടില്ല എന്ന് വിധിയുണ്ട്. ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. ആ കാരണങ്ങളെല്ലാം ഒന്നും എവിടെയുണ്ട്? അരിയിലും ഉണ്ട്. അപ്പോൾ ഗോതമ്പിൽ പറ്റില്ല എങ്കിൽ എവിടെയും പറ്റില്ല? അരിയിലും പറ്റില്ല. അപ്പോൾ അരിയിൽ പറ്റില്ല എന്ന് എന്ത് നിയമ? ഖിയാസിയായ നിയമം. താരതമ്യം ചെയ്ത് പറയാണ്. എന്ത് നിയമമാണ്? ഖിയാസിയായ നിയമം. ആ നിയമം എന്തിൽപ്പെടുന്നില്ല? ഉസൂൽ ഫിഖിൽ വരുന്നത്. കാരണം എന്താണത്? തഫ്സീലിയായ ഖിയാസാണെന്തല്ല, ഇജ്മാലിയായ ഒരു ഖിയാസ് പറ്റി പറഞ്ഞത് അല്ലാത്തതുകൊണ്ട്. അപ്പം ഇജ്മാലിയായ തെളിവുകൾ മാത്രം എന്തിൽ വരുള്ളൂ? ഉസൂൽ ഫിഖിൽ വരും. തഫ്സീലിയ തെളിവുകൾ എന്തില്ല? ഉസൂൽ ഫിഖിൽ വരുന്നു. തഫ്സീലിയ തെളിവ് ചർച്ച ചെയ്യുന്ന ഫിഖിന് കിതാബുകളിലും ഹദീസിൻ്റെ പാഠങ്ങളിലും ഖുർആൻ്റെ പാഠങ്ങളിലും തഫ്സീറുകളൊക്കെ എന്ത് ചെയ്യുന്നത്? അതിന് ചർച്ച പോകുന്നു. ഉസൂൽ ഫിഖ് അതിൽ വരുന്നില്ല കേട്ടോ. കമാ റവാഹു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതുപോലെ മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി കേട്ടോ. ഇസ്തിസ്സാബിൻ്റെ മസല, വസ്തിസ്സാബി തഹാറത്തി ലിമൻ ശക്ക ഫി ബഖായ, ശുദ്ധി ശേഷിക്കുന്നതാണ് എന്നുള്ള മസല പോലെ. ശുദ്ധി ശേഷിക്കുന്നതാണ് എന്നുള്ള മസല പോലെ ആർക്കാ? ലിമൻ, ഒരുത്തന് ശക്കാവൻ സംശയിക്കുന്നോ, ഫി ബഖായ, അവൻ്റെ ശുദ്ധി, അവന് ഒളു ശേഷിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരുത്തൻ. അപ്പോൾ ഒരുത്തന് ഒളു എടുത്ത് ഉറപ്പാണ്, പിന്നെ മൂത്രം ഒഴിച്ചില്ലെന്ന് സംശയം. അപ്പോൾ അവന് നിലവിലെന്താണ്? ഒളു ഉണ്ട്. മനസ്സിലായില്ലേ? ഇസ്തിസ്സാബിൻ്റെ മസല. ആ മസല എന്തിൽ വരില്ല? ഉസൂൽ ഫിഖിൽ വരില്ല, തമ്മിൽ ജവാബിൽ വരില്ല. കാരണം അത് തഫ്സീലിയായ തെളിവാണ്. അപ്പോൾ ലൈസത്ത്, അപ്പോൾ ഇവകളൊന്നുമല്ല ഉസൂലുൽ ഫിഖ് അല്ല. അപ്പോൾ ഇന്നമായി യുദ്ക്കറു ബാദുഹ, ഇവയിൽ ചിലതിനെ പറയപ്പെടുത്തി കുത്തുബി, ഉസൂൽ ഫിഖിൻ്റെ കിതാബിൽ പറയപ്പെടുന്നതാണ് ഈ തംസീൽ. എന്തിനു വേണ്ടിയിട്ട്? ഉദാഹരണത്തിനുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ജമ്മിൻ്റെ ഉസൂൽ ഫിഖിൻ്റെ കിതാബല്ലേ?
ഇവിടെ ഉദാഹരണത്തിന് പറഞ്ഞില്ലേ, അതായത് ഉദാഹരണത്തിന് വേണ്ടി ഇതിൽ ചിലതിന് എന്ത് ചെയ്യും, ഉസൂലിൻ്റെ കിതാബിൽ പറയുന്നുള്ള ഉസൂൽ ഫിഖിൽ പെട്ടതല്ല എന്ത് ഇത്തരത്തിൽ തഫ്സീരിയായ തെളിവുകൾ കേട്ടോ. അപ്പോൾ ഫലൈസത്ത് ഉസൂലുൽ ഫിഖ് ഇവകളല്ല, ഉസൂലുൽ ഫിഖ് അല്ല, വൈന്നമ ഇദുക്കർ ബാലുവ ഇവയിൽ ചിലതിനെ പറയപ്പെടും ഈ കുത്തുബി ഈ ഉസൂൽ ഫിഖിൻ്റെ കിതാബിൽ പറയപ്പെടുന്നതാണ് ഈ തംസീൽ എന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണത്തിന് വേണ്ടി പറയപ്പെടുന്നതാണ്.